ഒന്നും പറ്റില്ല. മോള് കഴിയണ്ട, മോള് കഴിഞ്ഞാലും വെച്ചിട്ട് സങ്കടവും. എൻ്റെ അമ്മ എല്ലാവരും സഹായിക്കണം, എൻ്റെ അമ്മനെല്ലാം സഹായിക്കണം. എൻ്റെ അമ്മനെ പോകണം, എൻ്റെ അമ്മൻ്റെ കൈ പിടിച്ച് നടക്കാൻ എൻ്റെ അമ്മ നല്ലൊരു സാധനം. ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉമ്മക്ക്, ഒന്നും ഉണ്ടാവില്ല. മോളെ ഉമ്മക്ക് പൈസ കിട്ടൂ, ചികിത്സ നടക്കൂ. മോളെ കൂട്ടുകാരികളുടെ ഉമ്മമാര് സ്കൂളിൽ വരുന്നത് പോലെ മോളെ ഉമ്മയും മോളെ കൈപിടിച്ച് സ്കൂളിലേക്ക് വരും കേട്ടോ. സങ്കടപ്പെടണ്ട. ഈ മക്കളുടെ സങ്കടം, ഈ മക്കളുടെ വേദന നിങ്ങളാരും കാണാതെ കേൾക്കാതെ മറ്റും സഹായം ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. അവരുടെ ഉമ്മക്ക് വേണ്ടിയാണ്, അവരുടെ ഉമ്മയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവരുടെ ഉമ്മ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് ഈ കൊച്ചു മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സഹായ അഭ്യർത്ഥന, ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത്. വളരെ വേദനാർഹമായ, വളരെ സങ്കടാർഹമായ ഒരു സാഹചര്യമാണ്. അത്രയും ഗുരുതരാവസ്ഥ ആയതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് വന്ന് ഈ ഒരു സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയിട്ടുള്ളത്. ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെയും പോകരുത്. വളരെ പ്രയാസത്തിലാണ് ഒരുപാട് കാലം ഈ ഭൂമിയിൽ സന്തോഷകരമായി ജീവിക്കേണ്ട കൊച്ചു സഹോദരിയുടെ ശരീരം നിശ്ചലമായി ഓരോ ദിവസം കഴിയുന്നതോറും വൈകല്യങ്ങൾ വർദ്ധിച്ചു വന്ന് ഇപ്പോൾ വീൽ ചെയറിലായ ഒരു അവസ്ഥയിലാണ്. വീൽ ചെയറിൽ നിന്ന് പൂർണ്ണമായി ബെഡിൽ തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ ഓർത്തിട്ടെങ്കിലും എല്ലാവരും എന്നെ സഹായിക്കണേ, എന്നെ കൈവിടല്ലേ ആരും. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പഴയ പോലെ എല്ലാവരും അതിൽ നടന്ന് എൻ്റെ മക്കളെ കൈ പിടിച്ച് എനിക്ക് നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാവരും സഹായിക്കണം. ഞാൻ നിങ്ങളെല്ലാവരും പോലെ നടന്ന് പഴയ മാതിരി എല്ലാം ചെയ്തേന്ന് പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ ഒരു